വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നീ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്നുള്ളത് കുക്കുംബർ ടൗൺ ബൈ എൻ പ്രഭാകരൻ എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. മലയാളത്തിലെ പ്രശസ്തനായ ഒരു റൈറ്ററാണ് എൻ പ്രഭാകരൻ എന്ന റൈറ്റർ. അദ്ദേഹം കേരള സാഹിത്യ അക്കാദമി അവാർഡിൻ്റെ സ്വീകർത്താവ് കൂടിയായിരുന്നു. അദ്ദേഹം അറിയപ്പെടുന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സറ്റേറിക്കൽ സിംബലിക് വർക്ക് കാരണമായിട്ടാണ്. അതുപോലെ തന്നെ അദ്ദേഹം പലപ്പോഴും വിമർശിക്കുന്നുള്ളത് പവർ സ്ട്രക്ചേഴ്സും അതുപോലെ തന്നെ കളക്റ്റീവ് ബിഹേവിയറൊക്കെയാണ് അദ്ദേഹം പലപ്പോഴും വിമർശിക്കുന്നുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുക്കുംബർ ടൗൺ എന്ന വർക്ക് എന്നുള്ളത് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ സറ്റേറിക്കൽ സ്റ്റോറീസ്. അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ വെച്ച് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സറ്റേറിക്കൽ സ്റ്റോറിയാണ് ഈ ഒരു കുക്കുംബർ ടൗൺ എന്നുള്ളത്. കുക്കുംബർ ടൗൺ എന്നുള്ളത് ഒരു സാങ്കല്പിക കഥയാണ്. എബൌട്ട് എ ടൗൺ വേർ എവറിത്തിങ് ഈസ് എബൌട്ട് കുക്കുംബേഴ്സ്. കുക്കുംബേഴ്സിനെ പറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും, ഒരു ടൗണിലുള്ള എല്ലാ കാര്യങ്ങളും കുക്കുംബേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു സാങ്കല്പിക കഥയാണ് ഈ ഒരു കുക്കുംബർ ടൗൺ എന്നുള്ളത്. ആ ഒരു ടൗണിൻ്റെ ഐഡൻറ്റിറ്റി, എക്കണോമി, ഈവൻ കൾച്ചർ വരെ ചുറ്റിപ്പറ്റിയിട്ടുള്ളത് കുക്കുംബേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഒരു ദിവസം ഒരു യങ് ബോയ് നിഷ്കളങ്കമായിട്ട് ചോദിക്കുന്നുണ്ടല്ലോ അവരോടായിട്ട്, എന്തുകൊണ്ടാണ് ഈ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കുക്കുംബേഴ്സായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ഈ ഒരു ചോദ്യം എന്താക്കിയിട്ടുണ്ട്, ആ ഒരു ടൗണിലത്തെ പീപ്പിളിനെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട്. ആ ഒരു ടൗണിലുള്ള ജനങ്ങളെ ഈ ഒരു ചോദ്യം, ഈ ഒരു നിഷ്കളങ്കമായ ഒരു യങ് ബോയിൻ്റെ ചോദ്യം എന്നുള്ളത് അസ്വസ്ഥമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഈ ഒരു കുക്കുംബർ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ കാര്യങ്ങളും എന്ന് ചോദിച്ച ആ ഒരു ചോദ്യം ജനങ്ങളെ അസ്വസ്ഥമാക്കുന്ന ഒരു ചോദ്യമായിരുന്നത്. ഈ ഒരു സ്റ്റോറിയിൽ കുക്കുംബർ എന്നുള്ളത് ബ്ലേഡ് ട്രഡീഷൻ്റെ ഒരു അന്ധമായ ട്രഡീഷൻ്റെ സിമ്പിളായിട്ടാണ് പറയുന്നുള്ളത്. അതുപോലെ തന്നെ ആ ഒരു ബോയ് എന്നുള്ളത് ഇന്നസെൻസ്, ക്വസ്റ്റ്യനിങ് മൈൻഡ്, ട്രൂത്ത്, ഇതിൻ്റെയൊക്കെ സിമ്പിളായിട്ടാണ് ഈ ഒരു സ്റ്റോറിയിൽ ബോയ് എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോറീൻ്റെ നറേറ്റീവ് സ്റ്റൈൽ ആൻഡ് ടോൺ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു കഥ സറ്റേറിക്കൽ ആൻഡ് അലിഗറിക്കൽ ടോൺ, സാങ്കല്പികവും അതുപോലെ തന്നെ ആക്ഷേപഹാസ്യത്തിൻ്റെ രൂപത്തിലാണ് ഈ ഒരു കഥയുള്ളത്. അതുപോലെ തന്നെ സിമ്പിൾ ലാംഗ്വേജാണ് ഈ ഒരു കഥയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കഥയിലുള്ള ബോയിനെ റിപ്രസെൻ്റ് ചെയ്യുന്നുള്ളത് ക്രിട്ടിക്കൽ തിങ്കിങ് അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ക്യൂരിയോസിറ്റി ആയിട്ടാണ് റിപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. അവൻ്റെ വിധി ഈ ഒരു കഥയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത്, പ്രതിഫലിപ്പിക്കുന്നുള്ളത് എങ്ങനെയാണ് ഒരു സത്യം പറയുന്ന ആൾക്കാർ കർക്കശമായ ആ ഒരു സമൂഹത്തിൽ എങ്ങനെ ശിക്ഷിക്കപ്പെടുന്നു എന്നതാണ് അവൻ്റെ വിധി ഈ ഒരു സ്റ്റോറിയിലൂടെ പ്രതിഫലിക്കുന്നുള്ളത്. കുക്കുംബർ ടൗൺ എന്നുള്ളത് ഒരിക്കലൊരു വെജിറ്റബിൾസിനെ പറ്റിയിട്ടുള്ള ഹ്യൂമറസ് ആയിട്ടുള്ള ടൈലല്ല, ഹ്യൂമറസ് തമാശ ആയിട്ടുള്ള ഒരു കഥയല്ല. ഇറ്റ് ഈസ് എ ക്ലവർ ഡിസ്റ്റർബിങ് അലിഗറി അബൌട്ട് എങ്ങനെയാണ് ട്രുത്തും റീസണും ഈ ഒരു വേൾഡിൽ അൺവെൽക്കം ചെയ്യപ്പെടുന്നുള്ളത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഡിസ്റ്റർബിങ് അലിഗറിയാണ്. അതുപോലെ തന്നെ ഈ ഒരു വേൾഡ് എന്നുള്ളത് ദാറ്റ് ക്ലിഞ്ചസ് ടു കംഫർട്ടിങ് ഇല്യൂഷൻസ് കംഫർട്ട് ചെയ്യുന്ന കാര്യത്തിൽ ക്ലിഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്, പറ്റിപ്പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ പ്രഭാകരൻ മാസ്റ്റർഫുള്ളി യൂസ് ചെയ്യുന്നുള്ളത് സെറ്റയറാണ്. ഈ ഒരു സെറ്റയർ യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ചാൽ അധികാരത്തിന് പിന്നിലുള്ള ആ ഒരു ഡാർക്ക്നെസ് എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ പ്രഭാകരൻ ഈ ഒരു കഥയിൽ സെറ്റയർ കൊണ്ടുവരുന്നുള്ളത്. അതുപോലെ തന്നെ സൊസൈറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൾക്കാരെ പണിഷ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത് അവരുടെ ആ ഒരു സൊസൈറ്റീൻ്റെ കംഫർട്ട് സോൺസിനെ ചലഞ്ച് ചെയ്യുന്ന മാതിരിയാണ്, വെല്ലുവിളിക്കുന്ന പോലെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൾക്കാരെ സൊസൈറ്റി പണിഷ് ചെയ്യുകയാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു സ്റ്റോറീനെ പറ്റിയിട്ട് ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റോറീനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റേതൊക്കെ ടോപ്പിക്കാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ ആ ഒരു ടോപ്പിക്കും ആ ഒരു സെമസ്റ്ററും ആ ഒരു സബ്ജക്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്രോസിംഗ് ദ ബോർഡേഴ്സിലെ മറ്റുള്ള വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക.